ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അർജുനൻ അതിഗംഭീരമായ ഒരു ചോദ്യം ഭഗവാനോട് ചോദിച്ചു. അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അധകേന പ്രയുക്തോയം, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പാപം ചരതി പൂരുഷ, ഓരോരുത്തരും മനുഷ്യർ കൊടിയ പാപങ്ങളെ ചെയ്യുന്നതിന്, ഏറ്റവും തീവ്രമായ പാപങ്ങൾ ചെയ്യുന്നതിന്, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ അതിനെ അളക്കാം. ഇത് ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടാണ്? അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി, ചിലത് ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും അവർ മനഃപൂർവ്വം അല്ല, പക്ഷേ അവരെ കൊണ്ട് ആരോ അത് ചെയ്യിക്കുന്നു എന്ന്. ഇതായിരുന്നു അർജുനൻ്റെ ചോദ്യം. ഇത് നമ്മൾ വിസ്തരിച്ച് തന്നെ 1ഉം 2ഉം ലോകമഹായുദ്ധത്തിന് കാരണമായിട്ടുള്ളത് എന്താണ്, ആരാണ് അതിൻ്റെ പിറകിൽ. ഇനി അതല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ, വീട്ടിൽ നടക്കുന്ന യുദ്ധങ്ങൾ, സമൂഹത്തിലെ പലതും, ഇതിൻ്റെയൊക്കെ പരമമായ കാരണത്തെയാണ് അർജുനൻ അന്വേഷിച്ചത്. അതിന് ഭഗവാൻ നേരിട്ട് മറുപടി പറയും. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഇവിടെ ഭഗവാൻ അർജുനന് ആരെയാണ് നീ ഉന്മൂലനം ചെയ്യേണ്ടത്, യുദ്ധത്തിൽ നീ ആരെയാണ് കൊല്ലേണ്ടത്, അതും ഭഗവാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ. രജോ ഗുണസമുദ്ഭവഃ ഏഷ കാമ ക്രോധ, ഇവൻ ഏഷ, ഇത് കേന എന്നല്ലേ നീ ചോദിച്ചത്, ആരാൽ എന്നല്ലേ? കേന, അധകേന പ്രയുക്തോയം എന്നല്ലേ? ഇത് കേനോപനിഷത്തിലേക്ക് വരുമ്പോൾ ശിഷ്യൻ വേറൊരു രൂപത്തിലാണ് ചോദിക്കുന്നത്. ചോദ്യം ഒന്നാണ്, പക്ഷെ അർജുനൻ്റെ ചോദ്യം ഈ വേണ്ടാധീനങ്ങൾ ചെയ്യിക്കുന്നതിൻ്റെ പിറകിലെ ഡ്രൈവ് ആരാണെന്നാ. ഉപനിഷത്തിലെ ശിഷ്യൻ്റെ ചോദ്യം അത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഏടാകൂടങ്ങളും, അത് ഏതാണെങ്കിലും അവിടെ ചോദ്യം കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമപ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഗുരു, കേന ഇഷിതം, ആരാൽ ഇച്ഛിക്കപ്പെട്ടാണ്, പ്രേഷിതം, ആരുടെ പ്രേരണയാലാണ്, മനഃ, മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പതിക്കുന്നത്. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്തഃ. ശരീരത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥയായിട്ടുള്ള ഒന്നാമനായിട്ടുള്ള പ്രഥമ പ്രാണൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രാണൻ ഈ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിൻ്റെ പിറകിലെ രഹസ്യം എന്താണ്? ചക്ഷു ശ്രോത്രം കൗ ദേവോ യുനക്തി. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതൊക്കെ വെവ്വേറെ എന്തെങ്കിലും ഇടപാടാണോ, അതോ ഇതൊന്നാണോ, ഇത് പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ? ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇതിൻ്റെ നെറ്റ്വർക്ക്, ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ്? അങ്ങനെയാണ് ശിഷ്യൻ ചോദിച്ചത്. അർജുനൻ പെർട്ടിക്കുലറായിട്ട് ഈ കൊടിയ പാപങ്ങൾ ചെയ്യുന്നതിൻ്റെ പിറകിൽ ആരാണെന്നാ ചോദ്യം. മറ്റേ ഉപനിഷത്തിലെ ചോദ്യം കുറച്ചും കൂടെ സൂക്ഷ്മമാണ്. ഏതായാലും അർജുനൻ്റെ ചോദ്യത്തെ ഭഗവാൻ വളരെ പൂർണ്ണമായി എടുത്തുകൊണ്ടാണ് പറയുന്നത്. ഏഷ, നീ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ആരുടെ പ്രേരണ എന്നുള്ളത്, അതിൻ്റെ എന്താണ്? രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്ന് സമുദ്ഭവ, ആരംഭിച്ചിട്ടുള്ള. രജോ ഗുണം രാഗാത്മകം വിദ്ധി, എല്ലാ കാമനകളുടെയും ഉറവിടമാണ് ആ ഗുണം. ഈ രജോ ഗുണം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പലതും വേണം, അത് വേണം, ഇത് വേണം, അത് അന്യൻ്റെ ആണെങ്കിലും അത് എനിക്ക് വേണം എന്നുള്ള തീവ്രമായ ഇച്ഛയുണ്ടാവുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. പിന്നെ അതിൽ നിന്ന്
എന്തൊക്കെ ഉണ്ടാവും ഏടാകൂടങ്ങൾ എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തുടർച്ചയാണ്. നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഇതിലേക്ക് വരുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുക. കാരണം ഇത് മുൻപ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിസ്തരിക്കും അങ്ങോട്ട്, പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് വിസ്താരം കാണില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ ബലത്തിലല്ല എങ്കിൽ, കാരണം ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ലേ, 2-ാം അധ്യായത്തിൽ പോയിട്ട് അത് കേൾക്കണം. എന്താണ് കേൾക്കേണ്ടത്? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. വിഷയധ്യാനങ്ങൾ ഹേതുവായി ആ വിഷയധ്യാനത്തിലൂടെ സംഘമുണ്ടാകുമെന്നും ആ സംഘത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ തീവ്രമായ ആഗ്രഹം ഉണ്ടാകുമ്പം ആ സംഘം കാമമായി മാറുമെന്നും ആ കാമപൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അതിനോട് ആ ഘടകത്തോടുണ്ടാവുന്നത് ക്രോധമായിരിക്കും. അതിപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഗേറ്റിന് 4 ചവിട്ടി ചവിട്ടും. കാറോ സ്കൂട്ടറോ സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ അതിനെടുത്ത് വലിച്ചെറിയും. ഫോൺ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഈ റിമോട്ടൊന്നും വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ടി വി ഒക്കെ നമ്മൾ 4 അടി അടിക്കുന്നത്, റേഡിയോ, ഇതൊക്കെ ദേഷ്യവും വരുമ്പോഴുണ്ട്. അങ്ങനെയുണ്ട്. ഈ അരവിന്ദൻ്റെ ഒരു സിനിമ ഉണ്ട് ഒരിടത്ത് എന്ന് പറഞ്ഞാൽ, അതിലൊരു കാറുണ്ട്, അത് അങ്ങനെ സ്റ്റാർട്ടാവില്ല. അതിന് ഇങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ ചവിട്ടി ചവിട്ടും, അപ്പോൾ അത് സ്റ്റാർട്ടാവും, കൂടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ കാമം പൂർത്തീകരിക്കപ്പെടാത്തത് ഏത് ഘടകമാണെങ്കിലും നമുക്കതിനോട് ദേഷ്യം ഉണ്ടാവും. കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ അവിടെ പോവാം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു അതെവിടെ നിന്നാണ്? രജോഗുണ സമുദ്ഭവഃ. രജോഗുണത്തിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ, രാവണൻ രജോഗുണത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് രാവണൻ്റെ കർമ്മങ്ങളൊക്കെ തന്നെ അടിച്ചു മാറ്റൽ, മോഷണമാണ് മൂപ്പരുടെ മെയിൻ പരിപാടി. ആരുടെ അടുത്ത് എന്ത് നല്ലത് കണ്ടാലും അത് തനിക്ക് വേണം എന്ന ചിന്ത. നമുക്കും അങ്ങനെ തോന്നുന്നു എങ്കിൽ, ജ്യേഷ്ഠൻ നല്ലൊരു വീട് വെച്ചു, അതിനേക്കാൾ വലുത് വെക്കണം. ആ കുട്ടികളെ ഇന്ന സ്കൂളിൽ ചേർത്തു, അതിനേക്കാൾ വലുത് വേണം. അവരിന്ന കാറാണ് മേടിച്ചത്, എന്നാൽ നമുക്ക് അതിൻ്റെ അടുത്ത മോഡൽ വേണം, കുറച്ചും കൂടെ കൂടിയത്. ഇത് നമ്മുടെ ഉള്ളിലെ രാവണനാണ്. അതിനുവേണ്ടി എന്തു വേണം? കൈക്കൂലിയെങ്കിൽ കൈക്കൂലി, എന്തൊക്കെ അനാമത്ത് കാര്യങ്ങളാണോ അതൊക്കെ ചെയ്യുക. ഇപ്പോൾ ഇവിടെ പറയുന്നു ഇതെന്താണ് കൃത്യമായിട്ട് ഭഗവാൻ പറയാം. രജോഗുണ സമുദ്ഭവ, രജോഗുണത്തിൽ നിന്ന് ആവിർഭൂതമായ. ഭഗവാനിവിടെ കുറച്ച് വിശേഷമായിട്ടുള്ള ചില ശബ്ദങ്ങൾ, വാക്കുകൾ ചേർക്കുന്നു. മഹാശന. അശനം എന്ന് പറഞ്ഞാൽ വിശപ്പ്, അത് മഹാശനം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെടാത്തത്. നിങ്ങൾക്ക് അതിനെ പൂരിപ്പിക്കാൻ പറ്റില്ല. പണ്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്ഷുരകൻ, വളരെ പ്രസിദ്ധമാണല്ലോ, നിനക്ക് ക്ഷുരകൻ്റെ ഭരണി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. എന്താണ്? പണ്ട് കൊട്ടാരത്തിൽ ഒരു ക്ഷുരകൻ ഉണ്ടായിരുന്നു എന്നാ. അങ്ങൊരിക്ക് ഈ രാജാവിന് ക്ഷൗരം ചെയ്യലാണ്. അങ്ങനെ രാജാവ് കാശ് കൊടുക്കും. അത് കൊണ്ടുപോയി നിത്യവൃത്തി നന്നായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പര് നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ ഒരു കുടം കൊടുത്തത്. 7 കുടം സ്വർണം നിറച്ചിട്ട്. 7ാമത്തെ കുടം അതിന് 3/4 ഭാഗമേ ഉള്ളൂ. എന്നിട്ട് ഈ കൊടുത്ത ആൾ പറയും, ഈ 3/4 ഭാഗം ഉണ്ടല്ലോ, ഇത് പൂരിപ്പിച്ചാലേ നിങ്ങൾക്ക് ഇതെല്ലാം എടുക്കാൻ പറ്റുമെന്ന്. ഇതേപോലെ തന്നെയാണ് നമ്മളെ കൊണ്ട് പല വിധത്തിലുള്ള പോളിസികളൊക്കെ എടുപ്പിക്കുന്നത്. എന്നാൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, ഇതാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് പറ്റില്ല, ഇത് ഇത്ര വർഷം കഴിഞ്ഞ് മെച്യൂർ ആവണം, അങ്ങനെ ആവണം, അങ്ങനെ. ഇതാണ് സംഭവം. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. എന്നിട്ട് ഈ മനുഷ്യൻ ഈ 7ാമത്തെ കുടം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. കാശ് കുറച്ചുകൂടെ വേണമെന്നൊക്കെ പറയാം. ഇത് കാശ് സ്വർണ്ണാക്കുക, ഇതിലിടുക, സ്വർണ്ണാക്കുക, ഇതിലിടുക. ഇതുണ്ടോ നിറയുന്നത്? വിവേകാനന്ദ സ്വാമികൾ ഈ കഥ ഉദാഹരിക്കാറുണ്ട്. അവസാനം ഇയാൾക്ക് കൂടുതൽ വേണമെന്നായപ്പോൾ ഒരു ദിവസം രാജാവ് ചോദിച്ചു,
നിനക്ക് ആ 7 കുടങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്താ നീ ഇങ്ങനെ നിനക്ക് മതിയാവാത്തത് എന്ന്. അപ്പോഴാണ് ഇയാൾക്ക് കാര്യം മനസ്സിലായത്. ഓഹോ, ഇത് നമ്മൾക്കുള്ള ഒരു ട്രാപ്പാണ്, ഈ ഇട്ടതൊക്കെ പോയി എന്ന് പറയാം. ഒരു കസിനോ ആണ്, ഒരു ഗാംബ്ലിംഗ് ആണിത്. അതിനെ ഭഗവാൻ പറയാം മഹാശന. ഇതിൻ്റെ വിശപ്പ് അടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അടക്കാൻ സാധിക്കാത്ത പാപ്മ കാമം, പാപരൂപിയായിട്ടുള്ള കാമം. നീ ചോദിച്ചല്ലോ എവിടുന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരും എന്ന്. ഇതാണ് രജോ ഗുണത്തിൽ നിന്ന് ആവിർഭൂതമായ തീരാത്ത വിശപ്പോടുകൂടിയ പാപിയായ അങ്ങേയറ്റത്തെ പാപത്തെ സ്വീകരിച്ചിട്ടുള്ള ഈ കാമം, ആഗ്രഹം. അതുപോലെ ക്രോധവും ഏഷ, അതാണ് മോനെ നീ അറിയേണ്ടത്. ഇതിന് നീ എന്തു വേണം? ഇഹ, ഇവിടെ, ഈ തേർത്തട്ടിൽ, ഇപ്പോൾ, വൈരിണം വിദ്ധി, ശത്രുവായി അറിയണം. നിന്റെ ശത്രു ദുര്യോധനനോ ദുശാസനനോ അടങ്ങുന്ന ഈ കൗരവന്മാരല്ല. നിന്റെ ശത്രു എവിടെ ഇരിക്കുന്നത്? നിന്റെ ഉള്ളിലാണ്. ആരാണ് ആ ശത്രു? ഇതാണ് രജോ ഗുണത്തിൽ നിന്ന് ആവിർഭൂതമായ ഒടുങ്ങാത്ത കാമത്തോടു കൂടിയിട്ടുള്ള ഈ കാമം, അതിൻ്റെ സന്തതിയായ ക്രോധം. ഇതിനെ നീ ഇവിടെ ശത്രുവായി അറിയണം. ഇവൻ എവിടെ ഇരിക്കുന്നു? ഭഗവാൻ തൊട്ട് കാണിക്കുന്നു. ദാ ഇന്ന ഇടങ്ങളിലാണ് അർജുന ഇവർ ഇരിക്കുന്നത്, പുറത്തല്ല. നിന്റെ ശത്രു ഇരിക്കുന്നത് പുറത്തല്ല. പിന്നെ എവിടെയാണ്? ഭഗവാൻ അതിനെ വിസ്തരിക്കുന്നു. 38-ാമത്തെ ശ്ലോകം. ധൂമേനാവ്രിയതേ വഹ്നിഃ യഥാദർശോ മലേന ച യദോൽബേനാവൃതോ ഗർഭഃ തഥാ തേനേദമാവൃതം. ധൂമേന ആവ്രിയതേ വഹ്നിഃ യഥാദർശോ മലേന ച യദോൽബേനാവൃതോ ഗർഭഃ തഥാ തേനേദമാവൃതം. വഹ്നിഃ ധൂമേന, എങ്ങനെയാണോ അഗ്നി പുകയാൽ മറയപ്പെട്ടിരിക്കുന്നത്, അഗ്നി എങ്ങനെയാണ് ചാരത്താൽ മറഞ്ഞിരിക്കുന്നത്. ധൂമേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരമെന്നും എടുക്കാം, അങ്ങനെയാണ് അർത്ഥം പറയുക. പുകയാലും ചാരത്താലും മറഞ്ഞിരിക്കുന്ന അഗ്നി. ചില സമയത്ത് അതിങ്ങനെ ഈ ചിരട്ടയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ അത് നല്ല വെള്ള നിറത്തിൽ അതിൻ്റെ ചാരം ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉള്ള ആളുകൾക്ക്, ഈ കുട്ടികൾക്കൊന്നും ഈ അഗ്നി അങ്ങനെ അവർ കാണുന്നില്ല. വെറും ഗ്യാസ് ലൈറ്റും പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ചിരട്ട കത്തിക്കലൊക്കെ അപൂർവങ്ങളിൽ അപൂർവമല്ലേ. ഇതെല്ലാം അങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ഈവൻ തീപ്പെട്ടിയൊക്കെ വരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. തീപ്പെട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിയുടെ പരസ്യം നല്ല ഓർമ്മയുണ്ട്. ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു തീപ്പെട്ടിയുണ്ട്. ആദ്യമായിട്ട് തീപ്പെട്ടിക്ക് പരസ്യം ഇറക്കിയത് അവരാണ് ഒരു തീപ്പെട്ടിക്ക് ഈ പറഞ്ഞ മെഴുകിൻ്റെ വാക്സിൻ്റെ സ്റ്റിക്കൊക്കെ ഇറക്കി അവസാനം വരെ കത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഇറക്കിയിട്ടുള്ള ആൾക്കാരവരാണ്. ചെറിയ ഉണ്ടോ പോലത്തെ ഒരു ഇതൊക്കെ ആയിട്ട് തീപ്പെട്ടിക്ക് ഒരു പുതുമയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഷിപ്പ് എന്ന് പറയുന്ന കമ്പനി. ആ ഒറ്റ കൊള്ളിയും വെറുതെ വേസ്റ്റ് ആവില്ല കൃത്യമായിട്ട്. പക്ഷേ അന്ന് തന്നെ അതിന് വിലയുണ്ട്. 20 പൈസ 25 പൈസ എന്തോ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഈ തീപ്പെട്ടിയൊക്കെ ഇങ്ങനെ വെക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിങ്ങനെ അങ്ങോട്ട് വളരെ ഇതാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ എന്താ ഈ തീ ചിരട്ടയിൽ ഈ ചകരിയിൽ ഇങ്ങനെ മേടിക്കും. അപ്പോൾ തീ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. പഴയ വീടുകളിൽ എല്ലായിടത്തും ഉള്ളതാണ് ഇതൊക്കെ.
അപ്പം ഈ സാധനം ഇങ്ങനെ അടുപ്പിൽ നിന്ന്, അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും, അമ്മമ്മയൊക്കെ പറയും, എടാ കുറച്ച് നോക്കടാ, അടുപ്പിൽ നോക്ക്, തീ ഉണ്ടോ നോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് വടിയോണ്ട് ഇങ്ങനെ തോണ്ടി നോക്കിക്കഴിഞ്ഞാൽ പുകയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ചാരം ഉണ്ടാവും. അതൊന്ന് ഇതാക്കി ഇങ്ങോട്ട് തോണ്ടിയിട്ട് കഴിഞ്ഞാൽ കാണാം. ഈ ചിരട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് ഇങ്ങോട്ട് ചകരിയിൽ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ പിടിച്ച് കയറിക്കോളും. അപ്പം ഈ അഗ്നി എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്നത്? ധൂമേന ആവ്രിയതേ വന്നി, മറയപ്പെട്ട അഗ്നി. ഗംഭീര ഉദാഹരണമാണ്. പ്രകടമായിട്ടുള്ള അഗ്നിയല്ല, മറഞ്ഞിരിക്കുന്ന അഗ്നി. അതും അഗ്നി എല്ലാറ്റിലും ഉണ്ട്, മറഞ്ഞിരിക്കുന്നുണ്ട്. ഏതിലുണ്ട്, അഗ്നി ഇല്ലാത്ത ഒന്നുമില്ല. അതിന് അവസരം കിട്ടിയാൽ മൂപ്പര് പ്രകടമായിക്കോളും. പക്ഷേ ഇതല്ല, അഗ്നി ഉണ്ട്, അത് മറഞ്ഞിരിക്കുക. രണ്ട് തരത്തിലുള്ള അഗ്നി മറയലുണ്ട്. ഒരു പത്രം, ഒരു പേപ്പർ എടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ തുണി എടുത്തോ, നമ്മളെ തന്നെ, ഇതൊക്കെ അഗ്നിക്ക് ഇരയാക്കാവുന്നതാണ്. അഗ്നി ഉള്ളത് കൊണ്ട് ആ ചൂട് നമുക്ക് അനുഭവപ്പെടുന്ന അഗ്നി തത്വമാണ്. അതല്ല ഇവിടെ പറയുന്നത് മറഞ്ഞിരിക്കുന്ന അഗ്നി. അതുകൊണ്ടാണ് ധൂമേന ആവ്രിയത എന്ന് പറയുന്നത്. അങ്ങനെ പുകയാൽ മറയപ്പെട്ടിരിക്കുന്ന അഗ്നി. ആദർശ, ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി. ആദർശം എന്ന്, അതുകൊണ്ട് കണ്ണാടിക്ക് അങ്ങനെ എന്താ പറയുക, നമ്മുടെ ആദർശം എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ആദർശം എങ്ങനെയാണോ ആദർശം, മലേനച്ച, മലം എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നാണ്. നമ്മുടെ മലയാളത്തിലെ അതല്ല, അഴുക്ക്. നിർമ്മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധം, പാവനം, സ്വച്ഛം, ഒരു തരത്തിലുള്ള മാലിന്യവും ഇല്ലാത്തത്. അമലം, മലരഹിതം. അപ്പോൾ ഇത് ആദർശ മലേനച്ച, എങ്ങനെയാണോ കണ്ണാടി, അതിലെന്താണ്, അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയുടെ അവസ്ഥ എന്താ, കാണാൻ പറ്റില്ല. ഈ ചില വീടുകളൊക്കെ ആരോരും താമസിക്കാനില്ല, അതങ്ങനെ അടച്ചിട്ടിരിക്കണു. കുറേ കാലം കഴിഞ്ഞ് തുറന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ നേരെ മുകളിലൊരു കണ്ണാടി ഉണ്ടാവും. പക്ഷേ കണ്ണാടിയാണെന്ന് അറിയണമെങ്കിൽ അത് തുടയ്ക്കണം. ഇത് ആളൊഴിഞ്ഞ വീടൊന്നുമില്ല, അല്ലാത്ത വീട്ടിലും ചിലയിടത്തൊക്കെ കണ്ണാടിയുടെ സ്ഥിതി അതൊക്കെ തന്നെയാണ്. ചിലയിടത്ത് ഈ കണ്ണാടിയുടെ ഈ വാഷ് ബേസിൻ്റെ നേരെ മുന്നിലൊരു കണ്ണാടി ഉണ്ടാവും. അതിൻ്റെ മുന്നിലാണ് ഈ പല്ല് തേക്കുക. അപ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഈ തെറിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ണാടിയുടെ മുകളിൽ തെറിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്തുണ്ടാക്കുന്നുണ്ട്, മറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തുടയ്ക്കുന്നതിന് പകരം മൂപ്പര് പിന്നെ ഏന്തിയിട്ടായി ഇങ്ങനെ എന്താ പറയുക, പൊങ്ങി നിന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. എന്നാൽ അതൊന്നും തുടയ്ക്കുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ കണ്ണാടിക്ക് അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കണ്ണാടി പൂർണ്ണമായി പ്രതിഫലിക്കില്ല, അതിൻ്റെ പ്രതിഫലന ശേഷി നഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് പൊടി കൊണ്ട് കണ്ണാടി മറയപ്പെട്ടിരിക്കുന്നത്, ചാരത്താൽ അഗ്നി മറയപ്പെട്ടിരിക്കുന്നത്, യഥാ അതുപോലെ ആവ്രിയത ഗർഭ ഉൽബേന, ആവ്രിയതേ ഗർഭ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശു ചർമ്മം കൊണ്ട് എങ്ങനെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നന്നായി ചർമ്മത്താൽ, ആവരണത്താൽ മറയപ്പെട്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലുണ്ട് ചർമ്മം, പല ലെയറായിട്ടുണ്ടല്ലോ. അപ്പോൾ 3 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ചാരത്താൽ മറയപ്പെട്ട അഗ്നി, അഴുക്കിനാൽ മറയപ്പെട്ട കണ്ണാടി, ചർമ്മത്താൽ മറയപ്പെട്ട ഗർഭസ്ഥ ശിശു. വന്യഹി ധൂമേന ആദർശമലേന ച യഥാ ആവ്രിയതേ ഗർഭ ഉൽബേന. യഥാ ആവൃത, ഇതെങ്ങനെയാണോ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്, തഥാ അത് പ്രകാരത്തിൽ, ഇതം ഇത്, ഏത്, ജ്ഞാനം, തേന ആവൃതം, തേന അതിനാൽ, ഏതിനാൽ, കാമേന ആവൃതം, കാമത്താൽ
മറയപ്പെട്ടിരിക്കുന്നു. എന്തിനാ ഇപ്പം ഈ 3 ഉദാഹരണങ്ങൾ പറഞ്ഞത്? ഇത് നമ്മിൽ 3 ഇടങ്ങളിലാണ്. ഒരു മനുഷ്യനിൽ ഇത് നിലകൊള്ളുന്നത് 3 സങ്കേതങ്ങളിലാണ്. ആ സങ്കേതങ്ങൾക്ക് ഉള്ള ഉദാഹരണമാണ് ഈ 3 പറഞ്ഞത്. ഏതാണ് ആ സങ്കേതങ്ങൾ, എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ച് ഭഗവാൻ മുന്നിലേക്ക് വരും. അപ്പോൾ അടുത്ത ശ്ലോകം കൂടെ കഴിഞ്ഞാൽ ആ സങ്കേതത്തെ ഭഗവാൻ കാണിച്ചു തരിക. അപ്പോൾ നമുക്ക് അതിനെ എടുക്കാം. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. വീണ്ടും ദുഷ്പൂരേണ അനലേന ച. അഗ്നിയെ പോലെ എത്ര കിട്ടിയാലും മതിയാവാത്തത്, എത്ര ഇട്ട് കൊടുത്താലും അവൻ ദഹിപ്പിക്കും. അവൻ്റെ ദാഹക ശക്തിയെ ശമിപ്പിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. എത്ര കിട്ടിയാലും മൂപ്പരിങ്ങനെ ശാപ്പിട്ടോളൂ. ഇത് ആവൃതം, ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, ജ്ഞാനിനഹ, ജ്ഞാനികളെ സംബന്ധിച്ച് ഇത് നിത്യവൈരിണ, ഇത് അവരുടെ നിത്യവൈരിണ എന്ന് പറഞ്ഞാൽ നിമിഷം പ്രതി ഇവൻ എപ്പം വേണമെങ്കിലും നമ്മളെ കീഴ്പ്പെടുത്താം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ഇരിക്കാൻ. അതുകൊണ്ട് നിത്യവൈരിണ, നിത്യശത്രുവാണ്, താത്കാലികമല്ല, ഇവൻ നിത്യശത്രുവാണ്. ഇതോ അതിൻ്റെ സ്വഭാവം എന്താണ്? ദുഷ്പൂരേണ, പൂരിപ്പിക്കാൻ പ്രയാസമായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ബാർബർക്ക് കിട്ടിയ കുടം പോലെ എത്ര ഇട്ട് കഴിഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഈ പല ഗാംബ്ലിങ്ങിലും പോയിട്ട് പെടുന്നുണ്ടല്ലോ, റമ്മി അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഇതാണ്. കിട്ടും 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 എന്ന് പറഞ്ഞ് കളിക്കും. ഇത്ര ആൾക്കാർ, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ട്രഷറിയിലെ കാശ് എടുത്തിട്ടാണ് മൂപ്പര് കളിക്കുന്നത്. എന്തെങ്ങനെയുണ്ട്? അപ്പോൾ വിചാരിക്കും ഇത് പോയി, ആ പോയതും കൂടെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കും. എന്നാൽ അത് അവസാനത്തെ ഒരു കളി എന്ന് പറഞ്ഞ് കളിക്കും, അപ്പോഴും പോവും. ഒറ്റക്കളി ഇതോടുകൂടി നിർത്തി, എന്നിട്ടോ അതും പോയി. എന്നിട്ടോ എന്താ പറയുന്നത്? ഒരൊറ്റ പ്രാവശ്യം കൂടെ, അവസാനത്തത്, ഒടുക്കത്തത്, അതോടുകൂടി എല്ലാം പോയി. ദുഷ്പൂരേണ, ഇതിനെ നിങ്ങൾക്ക് പൂരിപ്പിക്കാനൊന്നും പറ്റില്ല. വെറുതെ പറയുന്ന ഇവൻ വീട് വെച്ചത് അതുകൊണ്ടാണ്, മറ്റവൻ കാറ് മേടിച്ചത് ഇങ്ങനെ കളിച്ചിട്ടാണെന്നൊക്കെ ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിത്യവൈരിണ ദുഷ്പൂരേണ, നിത്യശത്രുവായിട്ടുള്ള ഈ കാമത്തെ, കാമരൂപേണ, കാമരൂപമായിട്ടുള്ള ഏതേന അനലേന, ഈ അഗ്നി, കാമാഗ്നി, ആ കാമാഗ്നിക്ക് ഒരു ബദലഗ്നി വേറെയുണ്ട്. അതെന്താണ്? ജ്ഞാനാഗ്നി. അത് അടുത്ത അധ്യായത്തിൽ ജ്വലിപ്പിക്കേണ്ട വിദ്യ പറയും. ഏതേന അനലേന, ഈ അഗ്നിയാൽ ജ്ഞാനം ആവൃതം, ജ്ഞാനം മറയപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെ വളരെ നമ്മളെ നോക്കാനുള്ളതാണ്. ഈ ജ്ഞാനം ഇങ്ങനെ മറിഞ്ഞിട്ട് ഈ കാമനയ്ക്ക് വിധേയമായി, കാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിലെ കാമെന്ന് എടുക്കരുതേ, ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ ഏടാകൂടങ്ങൾ, എന്തൊക്കെ ഏടാകൂടങ്ങൾ നമ്മളെ ഏതൊക്കെ ഏടാകൂടങ്ങളിൽ പോയി പെടുത്തി. എവിടെയാണ് ഇവന്മാർ ഇരിക്കുന്നത്? എന്തിനാണ് ഈ 3 ഉദാഹരണങ്ങൾ പറഞ്ഞത്? കനൽക്കട്ടയിൽ ചാരം മറഞ്ഞിരിക്കുന്നതും, കണ്ണാടിയിൽ പൊടി പിടിച്ചിരിക്കുന്നതും, ഗർഭസ്ഥ ശിശു ചർമ്മത്താൽ മറഞ്ഞിരിക്കുന്നതും, ഈ 3 ഉദാഹരണങ്ങൾ നമ്മളിലേക്ക് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്? 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതിനെ നമ്മളിൽ തൊട്ട് കാണിക്കുന്നു. ഇന്ദ്രിയാണി മനോ ബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ദേഹിനം ജ്ഞാനം ആവൃത്യ. ഏത്? ഇത് ഇന്ദ്രിയാണി മനോബുദ്ധി. ഇന്ദ്രിയാണി, ഇതെന്തെങ്കിലും സ്കൂറാണി പോലെ ഒരു ആണിയാണോ? അല്ല. ഇന്ദ്രിയങ്ങൾ,
നമുക്ക് 10 ഇന്ദ്രിയങ്ങളാണുള്ളത്. 5 കർമ്മേന്ദ്രിയങ്ങൾ, കർമ്മം ചെയ്യാനുള്ളതും 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിയാനുള്ളതും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതെന്താണ്? അറിയാനുള്ള ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അതിൻ്റെ വിഷയങ്ങളാണ് ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. മറ്റേ 5 കർമ്മേന്ദ്രിയങ്ങളാണ്. അതെന്താണ്? വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥം. വാഗിന്ദ്രിയം, സംസാരിക്കുക. പാണി, എടുക്കുക, കൊടുക്കുക. പാദം, നടക്കുക, ഓടുക ഇത്യാദികളൊക്കെ. പിന്നെ 2 വിസർജനേന്ദ്രിയങ്ങൾ. കേവലം വിസർജനത്തിന് മാത്രമല്ല. ഒന്നാണ് വിസർജനേന്ദ്രിയം, മറ്റൊന്ന് ആനന്ദം ഇത്യാദി കാര്യങ്ങൾക്ക്. ഓരോ ഇന്ദ്രിയങ്ങളെക്കുറിച്ച്, ഓരോന്നിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ. ഈ അധിഷ്ഠാന ദേവത എന്ന് പറഞ്ഞാൽ ശിവകാശി കലണ്ടറിൽ കാണുന്ന പോലെ ഈ കയ്യിൽ സ്വർണ്ണക്കാപ്പടിച്ചിരിക്കുന്ന അതല്ല. ഇന്ന് എല്ലാ ശബ്ദങ്ങളും നമ്മൾ തെറ്റായി മനസ്സിലാക്കി. ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതിന് അധിഷ്ഠാനമായിട്ടുള്ള ഒന്നേ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയും, നമ്മുടെ ഫോണിന് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഈ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ അധിഷ്ഠാന ദേവത ഏതാണ്? വൈഫൈ ആണ്. ആ വൈഫൈ നെറ്റ്വർക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോണ് ഏത് ഫോണാണോ, ഏത് ഫോൺ കണക്ഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, BSNL ആണ് നിങ്ങളുടെ അധിഷ്ഠാന ദേവത. BSNL ആണ്. അതല്ല റിലയൻസ് ആണ്. അതല്ല വേറെ ഏതെങ്കിലും ആണ്. അതൊക്കെ അതിൻ്റെ അധിഷ്ഠാന ദേവതകളാണ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ല, അധിഷ്ഠാന ദേവത എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഏതോ ഒന്നില്ലാത്ത എന്തോ ആണ്. ദിവ ദ്യോതനേന, പ്രകാശിപ്പിക്കുന്നത് ഏതോ അതാണ് അതിൻ്റെ അധിഷ്ഠാന ദേവത. കാതിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറഞ്ഞാൽ സ്പേസാണ്. സ്പേസിലാണ് കേൾവി നടക്കുന്നത്. ത്വക്കിൻ്റെത് വായുവാണ്. കണ്ണിൻ്റെത് എന്താ പറയുക, അഗ്നിയാണ്. രസനയുടേത് ജലമാണ്. ഗന്ധം, നാസിക, ഭൂമിയാണ്. ഇങ്ങനെ അധിഷ്ഠാന ദേവതകളും ഇന്ദ്രിയങ്ങളും ഒക്കെ ഇത് ലോകവും ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദ്രിയങ്ങൾ ഈ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അസ്യ അധിഷ്ഠാനം. ഏതിൻ്റെ? ഈ കാമത്തിൻ്റെ അധിഷ്ഠാനമാണ്. ഇവിടെയാണ് നിലകൊള്ളുന്നത്. ഇവിടെയാണ് ഇവർ ഫൗണ്ടേഷൻ ഉറപ്പിച്ച് വീടുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഇവർ കൊട്ടാരം പണിതിരിക്കുന്നത്. അവിടെ നിന്ന് ഇവരെ തിരിച്ചു പിടിക്കണം, തുരത്തണം. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ സ്വരാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടിയിട്ടില്ല. സ്വരാജ്യതുഷ്ട എന്ന് പറയും. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ കുറേ ഭൂമിയല്ല, സ്വമ്മിനെ തന്നെ തിരിച്ചു പിടിക്കുന്ന പരിപാടിയാണ് ഇത്. എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുറേ അസുരന്മാർ കയറി കൂടിയിരിക്കുകയാണ്. അവന്മാർ കൂടിയിരിക്കുക, ഇവന്മാരെ അടിച്ചിറക്കണം. സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ പറയാറില്ലേ, അവനവൻ ഇരിക്കേണ്ട അടുത്ത് ഇരുന്നിട്ടില്ലേ അവിടെ നായ കയറി ഇരിക്കുന്നു പറയാറില്ലേ? അത് തന്നെ. അപ്പം അവിടെ കയറി ഇരിക്കുന്ന ആരാ? ദുര്യോധനൻ. ഇവർക്ക് ഇത് നഷ്ടപ്പെട്ടു. നമുക്കും ഇതൊക്കെ നഷ്ടപ്പെടുന്നില്ലേന്ന്? അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഏത് രാജ്യം? നിങ്ങളുടെ 5 സെൻറ്റ് ഭൂമിയോ 10 സെൻറ്റ് ഭൂമിയോ നിങ്ങളുടെ വേറെ ഏതെങ്കിലും അല്ല. നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങളെ വീണ്ടെടുക്കേണ്ടതുണ്ടോ? എന്താ ഒരാൾക്കൊരാളെ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണം എന്താണ്? അശാന്തി, മനസമാധാനം ഇല്ലായിക. നിങ്ങൾ ഏനകേന പ്രകാരേണ സന്തുഷ്ട എന്നാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു അലട്ടും ഒരു പ്രശ്നവുമില്ല. ഐ എം ഓൾവേസ് ഹാപ്പി. ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ പ്രത്യേകിച്ച് ഗീത പഠിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ പിന്നെ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗീത മറ്റുള്ളവർക്ക് നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. എടാ മോനെ, ഇതൊക്കെയാണ് ഗീത എന്ന് പറയാം. നീ എന്നെ നോക്ക്, ഞാൻ എന്തിലെങ്കിലും എപ്പോഴെങ്കിലും ബേജാറാവുന്നുണ്ടോ? അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് ഇരിക്കുന്നത്? ബുദ്ധിയിൽ, മനസ്സിൽ, ഇന്ദ്രിയങ്ങളിൽ. അപ്പോൾ ഈ ബുദ്ധിയിലിരിക്കുന്ന കാമം ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു?
ചാരത്താൽ മറയപ്പെട്ട അഗ്നിയാണ്. അതെന്താ? അത് വലിയ പ്രയാസമൊന്നുമില്ല, ഒന്ന് ഊതിയാൽ മതി, അപ്പം ആ ചാരം അങ്ങോട്ട് നീങ്ങും, അഗ്നി പ്രകടമാകും. ബുദ്ധിയിൽ കാമം, ഈ അജ്ഞാനം നീങ്ങാൻ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഇപ്പം പിടികിട്ടി, വലിയ പണിയില്ല അതിന്, തിരിച്ചറിവാണത്, പെട്ടെന്ന് സാധ്യമാണ്. പെട്ടെന്നാണ് ക്ലിക്കായി നമ്മൾ പറയും, ഇപ്പോഴാണ് എനിക്കത് ക്ലിക്കായത്. അതെ, ആ ക്ലിക്കാവലാണത്. അതാണ് ബുദ്ധിയിൽ. മനസ്സിലുള്ളതാണ് ഈ കണ്ണാടിയിലെ അഴുക്ക്. കണ്ണാടിയിലെ അഴുക്ക് കുറച്ചൊന്ന് പണിയെടുക്കണം. ചെറിയ പണിയുള്ളൂ, വലിയ പണിയൊന്നുമില്ല. എന്താ വേണ്ടത്? കുറച്ച് എന്തെങ്കിലും ഒന്ന് സോപ്പ് വെള്ളം അങ്ങനെ എന്തെങ്കിലും ഒന്ന് തളിക്കുക, എന്നിട്ടൊരു തുണി നനച്ചൊന്ന് നന്നായി തുടയ്ക്കുക, പിന്നെ ഒന്നുകൂടെയൊക്കെ ഒന്ന് നന്നായി തുടയ്ക്കുക, പിന്നെ നല്ല പേപ്പർ എടുക്കുക, ചുരുട്ടി പേപ്പർ കൊണ്ട്, ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ന്യൂസ് പേപ്പർ എടുത്ത്, ഏത് ന്യൂസ് പേപ്പർ എടുക്കണം എന്നൊന്നും ചോദിക്കരുത്. ഒരുമാതിരിപ്പെട്ട ന്യൂസ് പേപ്പറൊക്കെ ഇതിന് കൊള്ളുന്നതാണ്, കണ്ണാടി ക്ലീനാക്കാൻ നല്ലതാണ്. അപ്പോൾ അതെടുക്കുക, അത് ഇതിനൊക്കെ ഉപകരിക്കും. എന്നിട്ടോ നന്നായിട്ട് അങ്ങോട്ട് അതിങ്ങനെ ചുരുട്ടി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ വല്ല തുണിയൊക്കെ വെച്ച് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നല്ല അസലായിട്ട് അങ്ങോട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ശബ്ദം കേൾക്കും. അങ്ങനെ അധികം പ്രസ് ചെയ്ത് ബലമില്ലാത്ത കണ്ണാടിയാണെങ്കിൽ അത് പൊട്ടി, കൈ പൊട്ടി, ഞരമ്പ് പുറത്തിയാടാൻ അതിനും കാരണമാവും. അതുകൊണ്ട് അധികം ബലപരിപാടി കൊടുക്കരുത്, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ആകുമ്പോഴോ ഇവനങ്ങോട്ട് നന്നായി പ്രകാശിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, എന്നെ കാണാൻ ഇത്ര ഭംഗിയൊക്കെ ഉണ്ടായിരുന്നോ. ചിന്മയ സ്വാമികൾ ഒരു കഥ പറയാറുണ്ട്. ഈ വീട്ടിലുള്ള സ്വന്തം വീട്ടിലെ സ്ത്രീ, ഇത് സ്ത്രീയായിട്ടും പുരുഷൻ ആർക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, സ്വാമിജി പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർ ഭർത്താവിനോട് പറയും, നോക്കൂ ആ അപ്പുറത്തെ ഫ്ലാറ്റുകാർ, അവരെന്താ ഇങ്ങനെ ഒരു അവരുടെ ആ തുണിയുടെയൊക്കെ കോലം നോക്കൂ, ഉജാല മേടിച്ച് എന്തെങ്കിലും നീലം മേടിച്ച് കുറച്ച് കലക്കിയിട്ട് അതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ എന്താ, അയാൾ എങ്ങനെയാണാവോ ഇതൊക്കെ ഇട്ട് പോണത്, ആ ബനിയൻ്റെയൊക്കെ ഒരു കോലം. ഇതുവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ ഉണ്ട് നല്ല ഉഷാറായിട്ട് ഉജാലയൊക്കെ ഇട്ട പോലെ നല്ല തൂവെള്ള, വന്നല്ലോ വനമാല എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം അവർ, അല്ല ചേട്ടാ, നമ്മളിവിടെ പറയണ അവരവിടെ കേൾക്കുന്നുണ്ടോ? ദേ നോക്കൂ എന്തൊരു ഭംഗിയാണിപ്പോൾ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അവർക്ക് ഒന്നും ആയിരുന്നില്ല പ്രശ്നം, നമ്മുടെ കണ്ണാടിയായിരുന്നു, ഞാൻ മെനക്കെട്ടുന്നത് ക്ലീനാക്കിയതാണ്. അത്രയാണ്. അപ്പം നമ്മുടെ കണ്ണാടി അഴുക്ക് പിടിച്ച കണ്ണാടിയിലൂടെ നമ്മൾ അങ്ങോട്ടേക്ക് അപ്പുറത്തുള്ളവൻ്റെ നോക്കിയപ്പോൾ കാണുന്നതാണ്. ഏതായാലും ഇവിടെ ഈ കണ്ണാടിയിലെ അഴുക്ക് പോകൽ എന്ന് പറയുന്നത് ചെറിയൊരു പണിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലെ കാമനകൾ നീങ്ങൽ. മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഇവൻ ഒന്ന് നീങ്ങിക്കിട്ടണമെങ്കിൽ അതിനാണ് ഈ ശാസ്ത്രവിചാരത്തിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ മനനത്തിന് വിധേയമാക്കുന്നത് അതിനെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. പിന്നെയുള്ളതോ ഗർഭസ്ഥ ശിശുവാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അതെന്താണ്? ആ ഗർഭസ്ഥ ശിശുവിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കാണണമെങ്കിൽ പിടിച്ച് നമ്മൾ ഗാന്ധാരിയെ പോലെ ഒലക്കൈ ഇടിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ലല്ലോ. ആ ശിശു പുറത്തു വരുന്നതിന് കാലം ആവശ്യമാണ്. അഗ്നിയിലെ ഊതിയാൽ വരുന്നത്, ചാരം ഊതിയാൽ പോകുന്നത് പോലെ, കണ്ണാടിയിൽ അഴുക്ക് തുടച്ചാൽ പോകുന്നത് പോലെ ഗർഭസ്ഥ ശിശു പ്രകടമാകില്ല. അതിനെന്തു വേണം? സമയം. അപ്പം ഇന്ദ്രിയങ്ങളിൽ ഇതിന് ഭജഗോവിന്ദത്തിൽ ശങ്കര ഭഗവത്പാദർ യോജിക്കും, വയസ്സി ഗതേ കഃ കാമവികാര ശുഷ്കേ നീരേ കക്കാസാര ജ്ഞാതേ തത്വേ കഃ സംസാര. അത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കാമവികാരങ്ങൾക്കൊന്നും, മാനുഷികമായ അത്തരം കാമവികാരങ്ങൾക്കൊന്നും തന്നെ
സ്ഥാനം ഉണ്ടാവില്ല. ഏതുപോലെ ശുഷ്കേ നീരേ കക്കാസാരഹ, ജലം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ തടാകം? അത് മൈതാനം. അതുപോലെ ജ്ഞാതേ തത്വം, ഈ തത്വം ബോധിച്ചാൽ സംസാര, പിന്നെ സംസാരമൊന്നുമില്ല. അപ്പം ഈ 3 പേര് ഇരിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഈ വിദ്യ, അറിവ് കിട്ടുന്ന 4 സങ്കേതങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ആചാര്യാത് പാദമാദത്തെ, പാദശിഷ്യസ്വമേധയ, പാദസ ബ്രഹ്മചാരിഭ്യാം, പാദകാലക്രമേണ തു എന്ന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ. ആചാര്യ, ടീച്ചർ കാൽഭാഗം പറഞ്ഞു കൊടുക്കും, കാൽഭാഗം അവൻ്റെ സ്വന്തം മേധാശക്തി കൊണ്ട്, കാൽഭാഗം സഹപാഠികളിൽ നിന്ന്, കാൽഭാഗമോ കാലക്രമേണ തു. അനുഭവങ്ങളിലൂടെ ഇന്ദ്രിയങ്ങൾക്ക് ചിലത് കിട്ടാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ അത് ഉൾക്കൊള്ളുക. അതുകൊണ്ട് അവിടെ ആ ഗർഭസ്ഥ ശിശു കാലമെടുത്ത് പുറത്തു വരുന്നത് പോലെ ഇന്ദ്രിയങ്ങൾക്ക് കാലത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. പക്ഷേ ഇത് ബുദ്ധിയിലും മനസ്സിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവനും അതിന് സജ്ജമായിക്കൊള്ളും. അതില്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പം ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ദേഹിനം ജ്ഞാനം ആവൃത്യ. ഈ ദേഹത്തെ ധരിച്ചിട്ടുള്ള നമ്മളെ എന്തു ചെയ്യുന്നു? ഈ ജ്ഞാനത്തെ മറച്ചിട്ട് വിമോഹയതി, അങ്ങനെ മോഹിപ്പിച്ച് ഓരോന്നിൽ കൊണ്ടുപോയി ഇടുകയാണ്. അതുകൊണ്ട് അർജുന, നീ ആദ്യം വേണ്ടത് എന്താണ്? ഭഗവാൻ പറയുന്നു, തസ്മാത്വമിന്ദ്രിയാണ്യാധൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. എടോ മോനെ, തസ്മാത് അതുകൊണ്ട്, ത്വം നീ, ആദൗ ഇന്ദ്രിയാണി നിയമ്യ ഭരതർഷഭ, ഹേ ഭരതർഷഭ, ഭരതകുല ശ്രേഷ്ഠനായിട്ടുള്ള അർജുന, തസ്മാത് അതുകൊണ്ട്, ത്വം ആദൗ ഇന്ദ്രിയാണി നിയമ്യ, നീ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യും. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങൾക്കനുസൃതമായിട്ട് ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കാം. ആ നിയന്ത്രിക്കുന്ന പരിപാടിയാണ് ഈ രഥകൽപ്പന എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ഇതിൽ വരും. നിയമ്യ, എന്തുകൊണ്ടെന്നാൽ ജ്ഞാനവിജ്ഞാനനാശനം പാപ്മാനം ഏനം പ്രജഹി. ഈ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക ജ്ഞാനം, പ്രജ്ഞാനം, അതാണ് വിജ്ഞാനം. അനുഭവജ്ഞാനം, മറ്റത് വസ്തുനിഷ്ഠമായ ജ്ഞാനം. ഇപ്പം അഗ്നിക്ക് ചൂടുണ്ട് എന്നത് വസ്തുനിഷ്ഠമായ ജ്ഞാനമാണ്. ആ ജ്ഞാനം എങ്ങനെയാണ് വിജ്ഞാനമാകുക? കൈവച്ച് നോക്കിയാൽ മതി, അപ്പം അനുഭവജ്ഞാനമാവും. അപ്പം ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ബുദ്ധിതലത്തിലും അതിനെ അനുഭവപ്പെടുത്തുന്ന തലത്തിലും ശത്രുക്കളായി നിൽക്കുന്ന ഇവരൊക്കെ ഇതിന് തടസ്സം നിൽക്കുന്നവരാ. അതുകൊണ്ട് ജ്ഞാനവിജ്ഞാന നാശം, അതിനെ നശിപ്പിക്കുന്ന പാപ്മാനം, പാപസ്വരൂപിയായിട്ടുള്ള ഏനം, ഇതിന് പ്രജഹി, നീ എന്തു വേണം? ഇവിടെ പ്രകർഷേണ ജഹി, നന്നായി ജയിക്കണം. ഇതിനോട് നീ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ തുടർന്ന് പറയാം. ഇതാണ് ഒരു മെഡിറ്റേഷൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. അടുത്ത 2 ശ്ലോകം കൊണ്ട് അധ്യായം. അടുത്ത അധ്യായം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ വിവാദങ്ങളുടെ മാലപ്പടക്കങ്ങളുള്ള, എന്താ പറയുക, വർണ്ണാശ്രമ വ്യവസ്ഥയും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ തുടങ്ങിയിട്ടുള്ള ഇടാകൂടങ്ങൾ, പ്രസിദ്ധങ്ങളായിട്ടുള്ള കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള അനേക ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായമാണ് 4-ാം അധ്യായം. അതിഗംഭീരമായിട്ടുള്ള അധ്യായം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യായം പേഴ്സണലായിട്ട്, കാരണം ഇതൊക്കെ ഉള്ളതുകൊണ്ട്. ഏതായാലും ഭഗവാൻ ഈ അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ട് 3-ാം അധ്യായം കർമ്മയോഗം ഉപസംഹരിക്കുന്നു. അതുകൊണ്ട് നീ എന്തു വേണം അർജുന? ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ
കാമരൂപം ദുരാസതം. മോനെ അർജുന, നീ ആരെയാണ് ജയിക്കേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ തൊട്ട് കാണിക്കുന്നു. എന്താ പറയണത്? ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ, പരാണി, ശ്രേഷ്ഠങ്ങളാണ്, അതിവർത്തിച്ച് നിൽക്കുന്നു. ഏതിനെ? ഇന്ദ്രിയേഭ്യ പരം മനഃ. അതിനേക്കാൾ, ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന്, അത് ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം, അതിനൊക്കെ അറിയുന്ന ആളുണ്ടല്ലോ. അതുപോലെ ഇന്ദ്രിയേഭ്യ, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആര്? മനഃ. മനസ്സിൻ്റെ അഭാവത്തിൽ ഇന്ദ്രിയങ്ങൾക്കത് പിടികിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നത്. കാരണം മനസ്സും കൂടെ അതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു സാധനം കണ്ടു, ഇതെന്താ ഇത്, എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല ഇതെന്താ, ഇത് ഇന്നതാണ്, ഇതാ ടൈം പീസിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ചപ്പോൾ പുറത്ത് ചാടിയതാണ്, ഞാൻ അടിച്ചു വരുമ്പം കിട്ടിയിട്ട് ഇവിടെ വെച്ച്, ഇത് മൂപ്പര ടൈം പീസ് ഊരി വെച്ചത്. അപ്പോൾ ആ ഭാര്യ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് വേണ്ടാത്ത എന്തോ പണിക്ക് പോവുകയാണ്. പിന്നെ അത് എല്ലാം കൂടെ ഉള്ളിലാക്കാൻ പറ്റിയിട്ടില്ല. മൂപ്പര എങ്ങനെയൊക്കെയോ പിടിച്ച് ഇതാക്കി അതിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പം അവിടുന്ന് പുറത്ത് ചാടി പോകുന്നതാണ്. മൂപ്പര അവിടെ കുറേ നേരം നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇവർ പിന്നെ അടിച്ചു വാരിയപ്പോൾ കിട്ടി, ഇവരവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ചോദിക്കുക ഇത് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയതാണ്. ഇവർക്ക് മനസ്സിലായി, കാരണം ഇവരത് കണ്ടിട്ടൊന്നുമില്ല, ഇവർ ഊഹിച്ചു കൃത്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും എന്ന്. അപ്പം മനസ്സിന്, ഈ കണ്ണിന് മനസ്സിലായില്ല, അതാ പറയുന്നത്. അപ്പോൾ കണ്ണ് മനസ്സിനോട് ചോദിച്ചപ്പോൾ മനസ്സ് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ മനസ്സ് ബുദ്ധിയോട് ചോദിക്കും ഇതെന്താ സാധനം എന്ന്. അപ്പോൾ ബുദ്ധി പറയും ഇത് ഇന്നതാണ്. ബുദ്ധിക്കും പിടികിട്ടിയിട്ടില്ലെങ്കിൽ പറയും ഗൂഗിളിൽ സെർച്ച് ചെയ്തോളാൻ പറയും, ഫോട്ടോ എടുത്തിട്ട് ഇതെന്താ സാധനം. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയാണല്ലോ. അതൊക്കെ ബുദ്ധിയോട് ചോദിക്കല. ബുദ്ധിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഗൂഗിളിനെ ആശ്രയിക്കും. മറ്റേത് ബുദ്ധിയുടെ അടുത്തുണ്ട്, സ്റ്റോറേജ് ഉണ്ട്. ഇതിൽ സ്റ്റോറേജിൽ വേറെ ഓരോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? അപ്പോൾ ഇന്ദ്രിയാണി മനഃ, മനഃ തു ബുദ്ധി, പരായഃ തു ബുദ്ധേഹേ പരതഃ സ ആത്മാ. ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്താ? കഠോപനിഷത്തിൽ ഇതിന് മനോഹരമായിട്ടുള്ള അതാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർത്ഥേഭ്യശ്ച പരം മനഃ, മനസ്സസ്തു പരാ ബുദ്ധി, ബുദ്ധേരാത്മാൻ മഹാൻ പരഃ, മഹത പരമവ്യക്തം, അവ്യക്താത് പരപുരുഷഃ, പുരുഷാന്ന പരം കിഞ്ചിത് സാകാഷ്ട സാ പരാഗതി. അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല ഇവിടെ പറഞ്ഞത് ഭഗവാൻ, കുറച്ചുകൂടെ, എന്നാൽ അതിൻ്റെ ഒരു സംക്ഷിപ്തമാണ്. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ പിറകിലെ മനസ്സ്, മനസ്സിൻ്റെ പിറകിലെ ബുദ്ധി, ബുദ്ധിയുടെ പിറകിലേക്കും കുറച്ച് തലങ്ങളുണ്ട്. ഈ അവ്യക്തം എന്ന് പറയുന്നത് നമ്മൾ നിദ്രയെ പ്രാപിക്കുന്നത് അവിടെയാണ്. അവ്യക്തം എന്ന് പറയുന്നിടത്ത്, വ്യക്തമല്ലാത്ത ഒന്ന്, അതിനെയും കടന്നിട്ടാണ് മഹാനാത്മാ എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വളരെ സൂക്ഷ്മമായ ലെയറുകളാണ്. അപ്പോൾ ഓരോ ലെയറിൽ നിന്നിട്ടാണ് നമ്മൾ എന്താ പറയുക, ഇമോഷൻ്റെ ലെയറിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് സങ്കടം, അതുപോലെ സ്നേഹം ഇത്യാദികളൊക്കെ. ബുദ്ധിയിൽ നിൽക്കുമ്പോൾ ആ സാധനമൊന്നും ഉണ്ടാവില്ല. വളരെ ഷാർപ്പായിട്ട് നമ്മളിങ്ങനെ അതിനെ ഇതാക്കാൻ നിൽക്കുന്നു. ചില വികാരങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അത്തരം ഇങ്ങനെ നമ്മൾ ഓരോ മോഡിലിരിക്കുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രകടനങ്ങൾ, നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നതൊക്കെ. അപ്പം അത് എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് ഈ ഏടാകൂടം പോയി ഇരിക്കുന്നത് എന്ന് പറയണം. അർജുനൻ്റെ ചോദ്യം അതായിരുന്നു, എവിടെയാണ് ഇത് എന്നുള്ളത്. അതുകൊണ്ട് മോനെ, ഇതിനെ നന്നായി ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനത്തിനെ എടുത്ത് പുറത്ത് കളയണം. അല്ലെങ്കിൽ ഇവനെ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഏടാകൂടം ഒപ്പിക്കും. നമ്മളിതിനെ എന്താ പറയുക, ചങ്ങലക്കിട്ട് തളച്ച് വെച്ചിരിക്കുക. തളച്ച് വയ്ക്കുകയല്ല വേണ്ടത്, ഇവനെ ഉന്മൂലനം ചെയ്യണം. ഒന്നുകിൽ വേരോടെ പിഴുതെറിയണം, അല്ലെങ്കിൽ വറക്കണം, പിന്നെ മുളയ്ക്കില്ല. അപ്പോൾ ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തഭ്യ ആത്മാനം ആത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. ഹേ മഹാബാഹോ, വലിയ കൈകളുള്ള വീരനായ അർജുന, ഏവം ബുദ്ധേഹേ, ഇപ്രകാരം ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ആ പരം, അതിനെ ആത്മാനം ബുദ്ധ്വ, ബോധിച്ചിട്ട്, ആത്മാനം സംസ്തഭ്യ. ഇത് ഭഗവാൻ ഇനിയും മുന്നിലേക്ക് വരും. എങ്ങനെയാണ്? ആത്മാവ് കൊണ്ടുള്ള ഒരു കളി,
ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആത്മാവ് കൊണ്ട് ആത്മാവിനെ, മനസ്സുകൊണ്ട് ബുദ്ധിയെ, ബുദ്ധി കൊണ്ട് മനസ്സിനെ, ഇങ്ങനെ പരസ്പരം ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസും കൂടിയാണ്. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ എന്തു വേണം? അടക്കിയിട്ട് നമ്മളെ അടക്കണം. അടങ്ങ്, അടങ്ങ് ദാസ, അടങ്ങ്, ക്ഷമി, സ്വയം നമ്മൾ ചെയ്യണം. എന്നിട്ടോ ദുരാസതം അടക്കാൻ പ്രയാസമായിട്ടുള്ള ഇവനെ, കാമരൂപം, ഈ കാമരൂപമായിട്ടുള്ള ശത്രുവിനെ ജഹി, നീ ഹനിക്കണം, നീ അവനെ കൊല്ലണം. ഇതാ ഭഗവാൻ പറഞ്ഞത്. എന്നിട്ട് ഈ 3-ാം അധ്യായം കർമ്മയോഗം അവസാനിക്കുന്നു. ജ്ഞാനകർമ്മ സന്യാസയോഗം അടുത്തത്. അതിഗംഭീരമായ അധ്യായമാണ്. അർജുന, നാളെ ഞാൻ നിനക്ക് ആ അധ്യായം തുടങ്ങും. ഇപ്പോൾ 40-ാമത്തെ ദിവസം നമ്മൾ ഈ പറഞ്ഞ 3 അധ്യായങ്ങൾ തീർക്കുന്നു. ഇനി നമുക്ക് നാളെ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന ഭഗവത്ഗീതയുടെ വിവാദങ്ങളുടെ മാലപ്പടക്കങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത മനസ്സിലാക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.